ശ്രീലങ്കയിൽ വലിയ നാശമാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊടിയ നാശനഷ്ടം, നിരവധി മരണങ്ങളും ഈ ചുഴലിക്കാറ്റിന്റെ കെടുതിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവിടെ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ വലിയ രീതിയിലുള്ള ദുരന്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ചുഴലിക്കാറ്റ്. മാത്രവുമല്ല, അതിപ്പോൾ ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങുന്നുണ്ട്. ആ രീതിയിൽ തമിഴ്നാട് ഭാഗത്തൊക്കെ വലിയ രീതിയിൽ തമിഴ്നാട് ആന്ധ്ര ഭാഗത്ത് ആ മുൻകരുതലുകൾ സ്വീകരിച്ചു വരികയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉള്ള നടപടികളൊക്കെ എടുത്തു വരികയാണ്. ഈ നാശനഷ്ടം കനത്തതോടെയാണ് ഡിസംബർ 4 വരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിട്ടുള്ളത്. ഡോക്ടർമാരുടെ ട്രേഡ് യൂണിയൻ അവരുടെ നിലപാടനുസരിച്ചാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുമാനം വന്നിരിക്കുന്നത്. കൊളംബോയുടെ തുറമുഖം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. 700-ലധികം വീടുകൾ തകർന്നതിന്റെ കണക്കുകൾ വരുന്നുണ്ട്. വെള്ളപ്പൊക്കത്തിൽ 44,192 കുടുംബങ്ങളിൽ നിന്നുള്ള 1,48,603 പേർ ദുരിതത്തിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. 5,024 കുടുംബങ്ങളിൽ നിന്നായി ഏകദേശം 14,000 ആളുകൾ 195 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നു. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള തീവ്ര മഴയിലും വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലുമാണ് ഈ വൻ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. 100-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായതിന്റെ കണക്കുകളുണ്ട്. മണ്ണിടിച്ചിലിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ്. തലസ്ഥാനമായ കൊളംബോ അടക്കമുള്ള പ്രദേശങ്ങൾ പ്രളയഭീതിയിലാണ്. നമുക്കറിയാം അതിൻ്റെ ആ ദൃശ്യങ്ങൾ തന്നെ എത്രമാത്രം വ്യാപ്തിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതറിയാം. ഇപ്പോൾ ഓപ്പറേഷൻ സാഗർ ബന്ധുവിൻ്റെ ഭാഗമായി ഇന്ത്യ സഹായങ്ങൾ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും അത്തരം സഹായ നീക്കങ്ങൾ ഉണ്ടാകും. നേരത്തെ 12 ടൺ ടെൻറ്റുകൾ, ടാർപോളിൻ, ബ്ലാങ്കറ്റ്, ഭക്ഷണം എന്നിവ എത്തിച്ചു കൊടുത്തിരുന്നു. അത്തരം നടപടികൾ ഇനിയും ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ കൂടുതൽ സഹായം ശ്രീലങ്കയ്ക്ക് ആവശ്യമായി വരുമെന്നതാണ് മനസ്സിലാക്കുന്നത്. കൊളംബോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ച 64 മലയാളികൾ അവർ വിമാനത്താവളത്തിൽ 2 ദിവസത്തിലേറെയായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഭക്ഷണമോ താമസവും ഇല്ലാതെ അവർ കടുത്ത ദുരിതം അനുഭവിക്കുന്നതിൻ്റെ വാർത്തകളൊക്കെ വന്നിരുന്നു. തമിഴ്നാട്ടിലും ഇപ്പോൾ വലിയ ആശങ്കയാണ്. തമിഴ്നാട് തീരത്തേക്ക് ചുഴലിക്കാറ്റ് അടുക്കുന്നു എന്ന വിവരമാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശത്തിന്റെ തെക്ക് തീരങ്ങൾ എന്നിവിടങ്ങളിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചെന്നൈ ഉൾപ്പെടെ 14 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം, മയിലാടുതുറൈ എന്നിവിടങ്ങളിൽ റെഡ് അലർട്ടാണ്. 7 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്ര സർക്കാരുകൾ സ്ഥിതി വിലയിരുത്തി വരികയാണ്. അപ്പോൾ 240 പേരടങ്ങുന്ന 8 NDRF സംഘങ്ങളെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യം. എന്തായാലും വലിയ ദുരന്തം ഒഴിവാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ കേടുപാടുകൾ ഉണ്ടാക്കാതെ അത് കടന്നു പോകട്ടെ എന്നത് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. എന്തായാലും ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും മലേഷ്യയിലും ഒക്കെ വലിയ മഴയും പ്രളയവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ദുരന്തം ഉണ്ടാക്കുകയാണ്. തായ്ലൻഡിലെ സാഹചര്യം നമ്മൾ വൈകുന്നേരത്തിൽ കണ്ടതാണ്. 300 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് അവർക്കവിടെ ലഭിച്ചത്. വലിയ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഈ 3 രാഷ്ട്രങ്ങളിലുമായി 400-ലേറെ മരണമുണ്ടായിരിക്കുകയാണ്. ഇന്തോനേഷ്യയിൽ 300ഓളം മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം. അവിടെ 100-ലധികം പേരെ കാണാനില്ല എന്നൊരു സാഹചര്യമുണ്ട്. തായ്ലൻഡിൽ 145 മരണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലൊക്കെ വലിയ ദുരിതത്തിൻ്റെ, കൊടിയ പ്രളയത്തിൻ്റെയൊക്കെ കാലമാണ്. അപ്പോൾ എല്ലാം മനുഷ്യരാണ്. അവരുടെയൊക്കെ ദുരിതത്തിൽ നമുക്ക് ഒപ്പം നിൽക്കാം. ഇന്ത്യ ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് സഹായം എത്തിക്കുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റ് രാഷ്ട്രങ്ങൾക്ക് അവരോടുള്ള സഹായം ഉറപ്പുവരുത്താനൊക്കെയുള്ളൊരു സമയമാണ്. എന്തായാലും കാലാവസ്ഥ വലിയ വില്ലനായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ ഏഷ്യൻ മേഖലകളിൽ ഉള്ളത്.